എന്തായിരുന്നു അന്ന് കണ്ടപ്പോ തോന്നിയേ? കാരണം എല്ലാരും ഒത്തിരി ഇഷ്ടമായി. ഐ ലവ് യു സുധീർ. സീരിയസ് ആയിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ല അത് സ്വാഭാവികമല്ല. അല്ല ചുണ്ടൊക്കെ എന്തോ പോലെ വന്നു ഒരുപാട്. ഞാനാണ് ട്രെൻഡ് ഇറക്കിയത്. അതിനുശേഷമാണ് ഈ വര പലരും ഇടാൻ തുടങ്ങിയത്. പിന്നെ അതിന് വേറെ തലയിൽ വഴിപെട്ടാൻ തുടങ്ങി. തലവര മാറ്റിയ പടമാണത്. അത് എങ്ങനെ പ്ലാൻ ചെയ്യണ ലുക്ക്? അതാണ് ഫിക്സ് അതന്നെ ദിലീപേട്ടനാണ് അത് രണ്ടും വെട്ടിട്ട് കൊടുത്താൽ ശരിയാവും നോക്കിക്കാന്ന് പറഞ്ഞു. അങ്ങനെയല്ല ദിലീപേട്ടനാണ്. അപ്പൊ നമ്മള് ബിഗിനിങ് സ്റ്റേജ് ആണല്ലോ. സോ നമ്മൾ ഓരോന്ന് പഠിച്ചവരല്ലേ. അപ്പൊ ഈ ക്യാമറ കയ്യിൽ മാത്രമേ ഉള്ളൂ, ഫേസിലില്ല. ഈ വിരലുകളിൽ മാത്രമേ ഉള്ളൂ ക്യാമറ. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ അതിൽ അഭിനയിച്ച നായകന്റെ വിരലിന്റെ ഡൂപ്പിട്ടാണ്. എന്റെ AVM സ്റ്റുഡിയോ ഞാൻ കരഞ്ഞുകൊണ്ട് നടന്നു വന്നിങ്ങനെ. അവിടെ നിന്ന് നടന്ന് കരഞ്ഞോണ്ട് പോയി. എന്നെ സെലക്ട് ചെയ്ത് മുടിയൊന്ന് വെട്ടിക്കൊണ്ടുവരാമെന്ന് ചോദിച്ചു. മുടി വെട്ടിക്കൊണ്ടുവന്നു. പിന്നെ ഒരു മീശ എടുക്കാമെന്ന് ചോദിച്ചു. മീശയും താടിയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് വേറെ ഒരു ലുക്കായി. സിനിമയിലെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്യാരക്ടർ ഫിക്സ് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇവിടെ ഉണ്ടാവും. ആരാലും ഒരു നെഗറ്റീവ് ഉണ്ടാവും. അത് ആരാന്ന് പറയാം, ഇയാള് ശരിയാവോ, അതെപ്പോഴും ഇയാള് ശരിയാവോ. ഞാൻ വൈകുന്നേരം വരെ നിന്നു. അവസാനം ജോണിച്ചേട്ടൻ ചെന്നിട്ട് ദിലീപേട്ടനെ സംസാരിച്ചിട്ട് നാളെ ഷൂട്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു സമാധാനം ഉണ്ടായത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, ശ്രീ അയ്യപ്പൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എന്റെ കൂടെ ഉള്ളത് റിയാസ് ഖാൻ, സുധീർ സുകുമാരൻ ആൻഡ് അനീഷ് രവി. വെൽക്കം. താങ്ക് യു. ഈ കോംബോ ആദ്യമായിട്ടാ അല്ലേ? ഇത്രയും പേരും ഈ രണ്ട് കോംബോ ഞങ്ങൾക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ മൂന്നുപേരും ഒന്നിച്ച് ആദ്യമായിട്ടാണ്. നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ പ്രത്യേകിച്ച് 90s കിഡ്സ് ആയ ഞങ്ങൾക്ക് കൊച്ചി രാജാവ് ഒന്നിച്ച് ഓർമ്മ വരും. പിന്നെ ഒരുപാട് സിനിമകളുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ രണ്ടുപേരെയും പെട്ടെന്ന് എനിക്ക് ആ സീനാ ഓർമ്മ വരുന്നത്. ഞാൻ വരുമ്പോ വീണ്ടും ഇരുന്ന് കണ്ടു ആ ജിമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ സൂര്യനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനും. നിങ്ങളുടെ സൗഹൃദം എവിടുന്നാ തുടങ്ങുന്നത്? ആണോ? ആ ഒരു ആദ്യമായിട്ട് ഞങ്ങള് ചെയ്യുന്ന ഫസ്റ്റ് ഷോട്ട് അതാ. ആ ജിമ്മിൽ ഇരിക്കുന്ന എന്നാണ് ഈ മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്തായിരുന്നു അന്ന് കണ്ടപ്പോ തോന്നിയേ? കാരണം എല്ലാരും ഒത്തിരി ഇഷ്ടമായി. ഐ ലവ് യു സുധീർ. അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ല അത് സ്വാഭാവികമല്ല. പിന്നെന്താ? അല്ല ചുണ്ടൊക്കെ എന്തോ പോലെ വന്നു ഒരുപാട്. എല്ലാ ആണിലും ഒരു പെണ്ണ് കാണും, എല്ലാ പെണ്ണിലും ഒരു ആണ് കാണും. അപ്പൊ അതൊരു ഏത് ആക്ടർ ആയാലും കുറച്ച് സ്ത്രയണം ഇല്ലെങ്കിൽ ഒരു കഥാപാത്രം പൂർണ്ണമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ലാലേട്ടന്റെ വിസ്മയയുടെ പരസ്യത്തിൽ പോലും പറയുന്നുണ്ടല്ലോ. അങ്ങോട്ട് നമ്മൾ പറയാൻ വേണ്ട, നമ്മൾ ആരുമല്ല അങ്ങോട്ട് പറയാം. അതുകൊണ്ട് വേറെ അല്ല, ഞാൻ ആ പരസ്യം സംസാരിക്കുമ്പോഴത്തേക്ക് ഷോപ്പിംഗ് മാളിലേക്ക് പോകരുത്, ഷോപ്പിംഗ് മാളിലേക്ക് പോകരുത്, ഞങ്ങള് ചെറിയ തട്ടുകട നടത്തിങ്ങനെ ജീവിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കാണുമ്പോൾ പ്രേക്ഷകർക്ക് എന്തായാലും കൊച്ചി രാജാവിനെ പറ്റിയുള്ള മെമ്മറി കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ അന്നത്തെ ഒരു മെമ്മറീസ് എന്തായാലും രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുമ്പോൾ അത് സ്പെഷ്യലാ. ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അങ്ങനെയല്ല, ഒരുപാട് പറയാം, എത്ര തവണ വേണമെങ്കിലും പറയാം. അതിന് സന്തോഷമുള്ളൂ. കൊച്ചി രാജാവ് കുറെ മെമ്മറീസ് നമ്മൾ കോട്ടയത്ത് ഷൂട്ട് ചെയ്ത്, പിന്നെ അവിടെ നമ്മളെ കൊച്ചിയിൽ എവിടെ ഷൂട്ട് ചെയ്ത് ക്ലാസ് റൂമിൽ കയറി വന്ന് അടിക്കുന്നത്. ആ ഫൈറ്റ് മറ്റേ സൈലൻസർ ഫൈറ്റുകളൊക്കെ എടുത്ത് അവിടെ തന്നെയാണ്. ഫൈറ്റ് എല്ലാം കോട്ടയം കോളേജ്. അന്നത്തെ ഹെയർ സ്റ്റൈൽ ഇല്ല, കട്ടൊക്കെ വെച്ച് അത് എങ്ങനെയാ? അതാ ഞാനാണ് ട്രെൻഡ് ഇറക്കിയത്. അതിനുശേഷമാണ് ഈ വര പലരും ഇടാൻ തുടങ്ങിയത്. പിന്നെ അതിന് വേറെ തലയിൽ വഴിപെട്ടാൻ തുടങ്ങി. തലയിൽ വഴിപെട്ടാൻ തുടങ്ങിയത് അത് എനിക്ക് മറ്റുള്ളവർക്ക് വഴികാട്ടിയായി. അതായിരുന്നു സുധീരൻ തലയെഴുത്ത്. തലവര മാറ്റിയ പടമാണത്. അത് എങ്ങനെ പ്ലാൻ ചെയ്യണ ലുക്ക്? അതാണ് ഫിക്സ് അതന്നെ ദിലീപേട്ടനാണ് അത് രണ്ടും വെട്ടിട്ട് കൊടുത്താൽ ശരിയാവും നോക്കിക്കാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ദിലീപേട്ടനാണ് ക്യാരക്ടർ ഡിസൈൻ ചെയ്തത് അദ്ദേഹം തന്നെയാണ്. പിന്നെ സെറ്റേ ഭയങ്കര ഫ്രണ്ട്ലി സെറ്റാണ്. ഇതൊന്നല്ല, ദിലീപിന്റെ ഏത് സിനിമയും ഏത് സെറ്റിലും അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. എല്ലാവരെയും കൂടെ ചേർത്ത് ഒന്നിച്ച് പിടിച്ച് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോക്കലാണ്. അശകുശിലെ പെണ്ണുണ്ടോന്ന് പറയുമ്പോ അന്ന് രാത്രിത്തെ ഭക്ഷണവും അതൊക്കെ ഒന്നിച്ചാന്നൊരു മെമ്മറി. ഒരു സീരിയല് ചെയ്യുന്ന ഒരു ഫീൽ അല്ലായിരുന്നു അത്. അതെന്ന് വെച്ചാൽ ഒരു ജീവിത വാത്സല്യം പോലെ ജീവിതഗന്ധിയായ
ഒരു സിനിമയാണ്. മിനികെട്ട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മെട്ടിയൊളി എന്ന് മെട്ടിയൊളി പറയുന്നത് എന്ന് സൂപ്പർ ഹിറ്റ് സീരിയൽ. എക്സ്ട്രോണറി ഹിറ്റ്. മെട്ടിയൊളി സൗണ്ട് ഇല്ലാതെ ടി വി ഓൺ ആവില്ല തമിഴ്നാട്ടില്. അതേപോലെ തന്നെയായിരുന്നു ഒരു കാലത്ത് കേരളത്തിൽ. പിന്നെ ആ സമയത്ത് ആ പാട്ട് കേൾക്കുമ്പോ ഓടി ടിവിയുടെ മുന്നില് എല്ലാരും കുട്ടികളും ഒരു നിര ആക്ടേഴ്സിന് അവസരം കൊടുത്തൊരു സീരിയലായിരുന്നു. അവർക്കൊരു പുതുജീവൻ കൊടുത്തൊരു സീരിയലായിരുന്നു. ആ ഒരു സൗഹൃദമാണ് ഈ സിനിമയില് ഇവര് ക്യാരക്ടറിനെ പ്ലാൻ ചെയ്യുമ്പോൾ അത് സുധീറിനെ വിളിക്കുന്ന അനീഷാണ് ഡയറക്ടർ പറയുന്നത്. അങ്ങനെയാണ് ആ ഡയറക്ടറും ഞാനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. പക്ഷെ ആ ക്യാരക്ടർ എനിക്ക് വിളിച്ച ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ഒരു ട്രാക്ക് കൂടെ കൊണ്ടുവരാമെന്ന് ഡയറക്ടർ വരുന്ന നമ്മൾ തീരുമാനിച്ചപ്പോഴാണ് വിഷ്ണു തന്നെയാണ് അത് അദ്ദേഹത്തെ വിളിച്ചത്. ഇങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് മാറ്റി. അനീഷേട്ടനാണെങ്കിൽ ഈ സീരിയലുകളിൽ ഇത്ര വർഷങ്ങളായി സീരിയലുകളിലുണ്ട്, വളരെ തിരക്കിലല്ലേ, ഇതിന്റെ ഇടയിൽ സിനിമ സീരിയൽ കാരണം മിസ്സാക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, അതായത് ഞാൻ എപ്പോഴും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എടുത്താൽ ഒരു സമയത്ത് ഒരു പ്രോജക്റ്റ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. സീരിയൽസ് ഒറ്റ. ഇപ്പൊ കാര്യനിസ്സാരം ഞാനെപ്പോഴും സീരിയൽ മെയിൻ നമ്മുടെ നോർമൽ സീരിയലിൽ നിന്ന് മാറിയിട്ട് സിറ്റ്കോമുകളാണ് ചെയ്യാറ്. ഒരു ദിവസം ഒരു കഥ. അതായിരുന്നു 1115 എപ്പിസോഡോളം പോയ കാര്യനിസ്സാരം എന്ന സീരിയൽ. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ വേറെ ഒരു സീരിയൽ ചെയ്തിട്ടില്ല. ആ സമയത്ത് ഞാൻ സീരിയൽ ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൂര്യ ടിവിയിൽ 3 പെണ്ണുങ്ങൾ സീരിയൽ. അഭിനയിക്കുന്നത് ഞാനിതായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഈ കാര്യനിസ്സാരം കഴിഞ്ഞ് ഒരു 6 മാസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ അളിയൻസ് ജോയിൻ ചെയ്തത്. ഇപ്പൊ അളിയൻസ് മാത്രമാണ് ചെയ്യുന്നത്. അളിയൻസ് അപ്പൊ ദാറ്റ് മീൻസ് ഒരു 15 ദിവസം ഞാൻ ഇതിനു വേണ്ടി മാറ്റി. ബാക്കി 15 ദിവസമാണ് ഞാൻ ഷോസ്, ട്രിപ്പ്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ വന്നാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു വരുന്നെങ്കിൽ ചെയ്യാം. പക്ഷെ ഇടയ്ക്കൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പൊ എന്റെ രണ്ടാമത്തെ ചേട്ടനുണ്ട്, അനിൽ എന്നാണ് രണ്ടാമത്തെ ചേട്ടന്റെ പേര്. അവനിടയ്ക്ക് ഇങ്ങനെ പറയും, നീ ഇങ്ങനെ നിന്റെ സൗഹൃദങ്ങളെല്ലാം എല്ലാവരും വിളിച്ചുകൂടെന്ന് ചോദിക്കും. അപ്പോൾ വിളിക്കും, പിന്നെ വീണ്ടും മറന്നു പോകും. അനീഷ് ഇതിൽ ഹാപ്പിയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. കണ്ടന്റ് ആക്ടേഴ്സ് എന്ന് പറയില്ല, ഒരു കണ്ടന്റ് എനിക്ക് ഇത് മതി, എനിക്ക് ഓക്കെ. അപ്പോഴാണ് അങ്ങനെ എടുത്ത സമയത്താണ് വിഷ്ണു എന്നെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ ചെയ്യാം സിനിമ, ഉറപ്പായിട്ട് അതാണ് നമ്മുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സന്തോഷത്തോടെ ജോയിൻ ചെയ്തു. പക്ഷെ വളരെ പിന്നെ ഓരോ ദിവസം തോറും പുതിയ പുതിയ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന വ്യക്തിത്വങ്ങൾ കൂടി സിനിമയോടൊപ്പം ചേർന്നപ്പോൾ ഒരു സിനിമ പരിപൂർണ്ണ ഒരു സിനിമയായി മാറിയപ്പോൾ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. സീരിയലാണോ സിനിമയാണോ ഒരു സമാധാനം കൂടുതൽ? അങ്ങനെയൊന്നുമില്ല. അതായത് ഞാൻ പറയുന്ന നമുക്ക് ആ ഒരു ഭയങ്കര തിരക്കും ടെൻഷനും ഒക്കെ. സമാധാനം എന്ന് പറഞ്ഞാൽ കൂടുതൽ സിനിമ തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ സീരിയലിൽ ടെൻഷനാണ്. കാര്യം നമുക്ക് നാളെ ഷൂട്ട് ചെയ്യേണ്ട സാധനം നമുക്ക് എന്നൊരു 2 ദിവസം പനി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ അവിടെ ടെൻഷനാണ്. കാര്യം എപ്പിസോഡ് പോകേണ്ടതാ, ചിലപ്പോ ഇന്ന് ഷൂട്ട് ചെയ്യണത് മറ്റന്നാൾ പോകേണ്ടതാ. കണ്ടിന്യൂറ്റി. പക്ഷെ അതില് എനിക്ക് അതിനകത്തൊരു വ്യത്യാസം, ഞാൻ സിറ്റ്കോമുകളാണ് ചെയ്യുന്നത്. അളിയൻസ് ഇപ്പൊ ഇന്ന് അളിയൻസിൽ ഷൂട്ട് നടക്കുന്ന ദിവസം, ഇന്നലെ ഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അളിയൻസ് വെച്ചാൽ നമുക്ക് ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ടുള്ള സീരിയലും സിറ്റ്കോം ചെയ്ത് ഏറ്റവും സമാധാനപരമായ അന്തരീക്ഷമുള്ള സ്ഥലമാണ് അവിടെ. സിനിമയേക്കാളും എല്ലാത്തിനേക്കാളും എനിക്ക് കാരണം വളരെ നമുക്ക് റിലാക്സ്, കാരണം അതിന്റെ ആക്ടിങ്ങും എല്ലാം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനം പോകുന്നത്. നോർമലി സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കാറുള്ളത്. അതിഭാവുകത്വങ്ങളൊന്നുമില്ല, മേക്കപ്പ് ഇല്ല, ലൈവ് സിംഗ് സൗണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഇംപ്രവൈസ് ചെയ്ത് നമ്മൾ അഭിനയിക്കുന്നു, പോയിരിക്കുന്നു, ഓരോ സീൻ വരെ ചെയ്യുന്നു. രാവിലെ നമ്മളൊരു 11 മണിക്ക് അങ്ങ് തുടങ്ങുന്നത്, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഷൂട്ട് കഴിയും. കഴിഞ്ഞ 7 വർഷമായിട്ട് അത് പോകും. പക്ഷെ വേറെ ഒരു സീരിയലിലും സിറ്റ്കോമിലും അങ്ങനെ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇത് അങ്ങനെയാണ്. ഇത് പറഞ്ഞ പോലെ അളിയൻസ് ഒക്കെ ഇതുപോലെ. പക്ഷേ ഈ മെഗാ സീരിയൽ നോർമൽ സീരിയലിൽ നമ്മള് രാവിലെ 6 മണിക്ക് ലൊക്കേഷൻ എത്തണം. നമ്മൾ 7 മണിക്ക് ഫസ്റ്റ് ഷോട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കുള്ളൂ. രാത്രി 9-10 മണി വരെ ഷൂട്ട് പോകും. രാവിലെ തുടങ്ങി. അപ്പൊ നമ്മള് ഭയങ്കര സിനിമയേക്കാൾ ടയർഡായി പോകും. ഇത് ഇവരുടെ ചിന്ത. എന്റെ ചിന്ത അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ ചിന്തയാണ്. ഞാൻ ഏത് വർക്കും എവിടെയും ചെയ്യും. അത് നമ്മള് മനസ്സ് പോലെ ഇരിക്കും. നമ്മൾ ഞാൻ ഭയങ്കര മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, സോ ടയേർഡോ ഭയങ്കര ഹെവിയോ അങ്ങനെ ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ അത് ടയേർഡ് ഇല്ല, ഒന്നുമില്ല, സംഭവമില്ല. ഇതാവണം, ഇങ്ങനെ ആവണം, സിനിമയിൽ അഭിനയിക്കണം, ഫ്രെയിമിൽ വരണമെന്നായിരുന്നു ചെറുപ്പം പോലെ ആഗ്രഹം. അത് കിട്ടിക്ക ഇഷ്ടമുള്ള ജോലി കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് കിട്ടുമ്പോ അല്ല ഞാൻ അങ്ങനെ നോക്കട്ടെ. നമ്മള് ഭാഗ്യവാന്മാരെന്ന് പറയാൻ കാരണം നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ പാഷനും നമ്മുടെ പ്രൊഫഷനും ഒന്നാവുമ്പോഴാണ് ഒരാൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ. കാരണം ഒരു സിനിമ എല്ലാ ആക്ടേഴ്സും അല്ല, അത് ഇതാണ് ഇത് ഇറങ്ങിത്തത്. ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സില് ഇപ്പം അയ്യപ്പൻ ചെയ്യുന്നു. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഇത് നാളെ കണ്ടു മറക്കേണ്ട സാധനമല്ല. ഇത് മലയാളി ഉള്ളത്രയും കാലം നമ്മുടെ
ഇവിടെ ലോഹം ഉള്ളത്രയും കാലം ഈ സിനിമയും ഉം. ഇവിടെ കാണും. കാരണം നമ്മുടെ നസീർ സാറിന്റെയും സത്യ സാറിന്റെയും അതെ. പടം ഇന്നും കാണുന്നില്ലേ? അതെ. അതുപോലെ തന്നെ നമ്മളെ ചെയ്യുമ്പോൾ ഇത് ആജീവനാന്ത നിലനിൽക്കേണ്ട സാധനമാണെന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷെ സീരിയൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ആയിരം കഴിഞ്ഞാൽ ചിലപ്പോ ടെലികാസ്റ്റ് പക്ഷെ മിന്നുകെട്ട് പോലെ ചില സീരിയലുകൾ എന്നും ഓർത്തിരിക്കും അത് ജനങ്ങൾ ഓർത്തിരിക്കും. പക്ഷെ ഈ അത് പിന്നെ റയർ കാണാൻ കേസ്. പറ്റും. അതെ, അതെ. ഈ പറഞ്ഞ പോലെ തന്നെ അനീഷ ചെയ്ത വേറൊരു സീരിയൽ ഉണ്ടല്ലോ എന്ന് ഓർത്തിരിക്കുന്നത് നേരത്തെ കാര്യനിസാരം. കാര്യം സാർ അതെ, അതെ. അനു ചേച്ചിയുടെ കൂടെ ചെയ്യുന്ന നല്ല രസമായിരുന്നു അത്. അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്നും റിയാസ് ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട് മുമ്പ്. ഞാൻ ഈ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്ന ആ സീരിയൽ ഏത് സീരിയൽ ഞാൻ ഓർക്കുന്നു? കുടുംബം. കുടുംബമാണോ? ഞാൻ കമലഹാസൻ സാറിനെ പോലെ ഒരു മനുഷ്യൻ. ഓ, ഞാൻ ഭയങ്കര ബോഡിയൊക്കെ ഫ്രെയിമിലൊക്കെ വന്ന് നിൽക്കുമ്പോഴാ അത് കഴിഞ്ഞാൽ ബാലേട്ടൻ വരുന്നേ. ആ, ഞാൻ എന്തോ ഞാൻ അന്നാണ് ശ്രദ്ധിക്കുന്നത്. അത് ഏത് ഇയറാ? ബാലേട്ടൻ 2002 2003 എന്തോ അല്ലേ? അപ്പൊ അതിന്റെ മുന്നേ ആയിരിക്കും. 70 പടം കഴിഞ്ഞ 70 ഫിലിംസിലായി. കൊറേ പടങ്ങൾ, പക്ഷെ ഒരു ഫേസ് നമുക്ക് റെക്കഗ്നൈസ് ആണ്. അങ്ങനെയല്ല, ഞാൻ ബാലേട്ടൻ മലയാളത്തില് തമിഴില് കുറെ ഹിറ്റ് കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഏറെ മുരുകാസിന് 2 പടം ചെയ്തു കഴിഞ്ഞു ബിഫോർ ബാലേട്ടൻ. പക്ഷെ അതിന്റെ ഇടയിൽ സീരിയലിനും പോയോ? ഇല്ല, അങ്ങനെയല്ല. കഥ പറയാല്ലേ? അതാ പറയാം. അപ്പൊ ആദ്യം ചെയ്ത പടം 1991-ലാണ്. ഓക്കെ, തെലുങ്ക് ഫിലിം, ഹീറോ ആയിട്ട് ചെയ്യണം. ഏറ്റവും വലിയ ഡയറക്ടറാണ് കോടി രാമകൃഷ്ണൻ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പടം പ്രതാപോത്തിന്റെ പടം, രണ്ടാമത്തെ പടം ബാലചന്ദ്രന്റെ പടം മലയാളം, സുഖം സുഖകരം. ഓക്കെ, അതും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. മൂന്നാമത്തെ പടം തമിഴ്, പ്രതാപത്തിന്റെ പടം ആത്മ, അതും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ഓക്കെ, അപ്പൊ 3 ലാംഗ്വേജിൽ 3 ഫിലിംസ് 1991 എനിക്ക് 19 വയസ്സുള്ളപ്പോൾ ഞാൻ ചെയ്യണം. 3 സൂപ്പർ ഹിറ്റ് പടങ്ങൾ 3 ഭാഷയിൽ ചെയ്യണതാണ് ഞാൻ. ഓക്കെ, വിത്ത് ബിഗ്ഗസ്റ്റ് ഡയറക്ടേഴ്സ്, ബിഗ്ഗസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്, ബിഗ്ഗസ്റ്റ് ബാനറിൽ. സുഖം സുഖത്തിൽ 57 ആക്ടേഴ്സാണ്, 57 ആർട്ടിസ്റ്റാണ് സുഖം സുഖത്തിൽ. സോ അങ്ങനെ 3 പടം റിലീസ് ചെയ്യും, 3 പടം ഹിറ്റായി. പിന്നെ ദർ ഈസ് നോ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഈ 19 വയസ്സുകാരനെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമില്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല. ഞാൻ എപ്പോഴും പറയും, സിനിമക്ക് ഓരോ ഫേസസ് ഉണ്ട്. സിനിമ ഹാസ് മെനി ഫേസസ്. ഓരോ ഫേസിൽ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് മൂവി മേക്കിംഗ് ആയിരിക്കും. നമ്മൾ അതിൽ കൂടെ നമ്മൾ ആ ഫേസിലാണെങ്കിൽ നമ്മൾ അത് ജീവിച്ചു പോകണം. ഞാൻ അന്നായിരുന്നെങ്കിൽ ഇന്നായിരുന്നെങ്കിൽ ഇന്ന് 19 ഇയേഴ്സ് ഉള്ള ഹീറോസിനും എല്ലാവർക്കും ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പൊ ഞാൻ ഹീറോ ആയിട്ട് തന്നെ പോയെ, അന്ന് അതില്ല. സോ ഞാൻ ഇപ്പൊ എല്ലാവരും പറയുന്നതാണ് യു ലുക്ക് റിയാസ്, യു ലുക്ക് ഫിറ്റ് ആൻഡ് യു ലുക്ക് യങ്. അപ്പൊ 19 വയസ്സിനെ ആലോചിച്ച് നോക്കി. ഹരിഹരൻ സാറിന്റെ പടത്തിൽ എന്നെ ഹീറോ ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഹീറോയിനെ ഞാൻ ഹീറോയിനെക്കാളും ഞാൻ എങ്ങാണെന്ന് പറയും ഹരൻ സാർ എന്നെ മാറ്റിയതാണ്. പടത്തിന്റെ പേര് പറയുന്നില്ല. സാർ എപ്പോഴും പറയും, സാർ ലാസ്റ്റ് ടൈം മമ്മൂക്കനെ കുറച്ച് വർഷം കൊണ്ടപ്പോൾ ഇതെന്റെ ഹീറോ ആണ് മമ്മൂട്ടി പറഞ്ഞു. ഞാനത് ഗസ് ചെയ്യട്ടെ? വേണ്ട, പറയണ്ട, അറിയാം. ഇനി അത് പറഞ്ഞിട്ട് ചെയ്താൾക്ക് വിഷമാവണ്ട. മനസ്സിലായി, മനസ്സിലൊക്കെ ഒരു ഗസ് വരും അല്ലേ? ചെയ്താൾക്ക് വിഷമാവണ്ട. ഓക്കെ, സോ അങ്ങനെ ഫിറ്റിൻ ആവുന്നില്ല. ഫിറ്റിൻ ആകാതെ സിനിമയില്ല, ഒന്നുമില്ല. സോ അങ്ങനത്തെ ഒരു ഡൈനമ നമ്മുടെ ലൈഫിൽ വരും. അടുത്ത എന്താണ്, എന്താ ചെയ്യണം? then you'll be financially blocked. I was married when I was 21. 21 മാരീഡ് ആണ്. മോന് കുട്ടി ജനിച്ചു. സോ നോ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, നത്തിങ്. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ വൈഫ് പറഞ്ഞ് ഇന്നൊരു മലയ്ക്ക് പോയിട്ടാണോ, ശബരിമലയ്ക്ക് പോയിട്ടാണോ? അപ്പോൾ വൈഫ് പറഞ്ഞ് ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോൾ ഒരു നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറും. ശബരിമല ഈ വ്രതം എടുക്കാൻ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറും, നിങ്ങളുടെ വിഷയങ്ങളൊക്കെ മാറും. പിന്നെ പോയിട്ട് വരുമ്പോഴത്തേക്കും യു ഹാവ് എൻ എനർജി, സിസ്റ്റങ്ങളൊക്കെ മാറും. ലൈഫിൽ ഒരു പുതിയ ഇത് കിട്ടും, ഒരു ഡിഫറെൻ്റ് തോട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കറക്റ്റ് വ്രതം ഇരുന്ന് മലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ബോംബെന്ന് ബാലാജി ടെലിവിഷൻ തമിഴിൽ ലോഞ്ച് ചെയ്യാനാണ്. തമിഴിൽ സീരിയൽ വന്നിട്ടില്ല, ഉണ്ട് ചെറുതെ ദൂരദർശനിലൊക്കെ ഉള്ളൂ. സൺ ടി വി ലോഞ്ചായി. സൺ ടി വി ലോഞ്ചായി. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഈ സൺ ടി വി ലോഞ്ചിൻ്റെ ഇടയ്ക്ക് ഒരു പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോയി. ഓക്കെ, അതൊരു വലിയ ഡയറക്ടറിൻ്റെതാണ്. ആ പടത്തിൽ അഭിനയിക്കാൻ പോയിട്ട് 4 ദിവസമായിട്ട് ഞാൻ പോകും, അവിടെ ഇരിക്കും, വരും, നാളെ ഷോട്ട്. 4 ദിവസം പോകും, ഇരിക്കും, വരും, നാളെ ഷോട്ട്. 5ാമത്തെ ദിവസം പാക്കപ്പിന് മുന്നേ വിളിച്ചു ഷോട്ട് റെഡി. എന്നോട് ക്യാരക്ടറൊക്കെ പറഞ്ഞു, അവിടെ പോയി ഇരുന്നു, ഷോട്ട് റെഡി ഒരു പറഞ്ഞു. അപ്പോൾ ലാപ്ടോപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലാപ്ടോപ്പിൽ ഇങ്ങനെ കൈ നോക്കണം വെച്ചിട്ട് ഓരോ ആൾക്കാരുടെ ഫേസ് വരും. ഇയാളത് പറഞ്ഞിട്ട് ഞാൻ ഡയലോഗ് പറയണം. അപ്പോൾ നമ്മൾ ബിഗിനിങ് സ്റ്റേജ് ആണല്ലോ.
സോ നമ്മൾ അത് ഓരോന്ന് പഠിച്ചവരല്ലേ. അപ്പോൾ ഈ ക്യാമറ കയ്യിൽ മാത്രമേ ഉള്ളൂ, ഫേസിലില്ല. ഈ വിരലുകളിൽ മാത്രമേ ഉള്ളൂ ക്യാമറ. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ അതിൽ അഭിനയിച്ച നായകന്റെ വിരലിന്റെ ഡൂപ്പിട്ടാണ്. എന്നിട്ട് AVM സ്റ്റുഡിയോ ഞാൻ കരഞ്ഞുകൊണ്ട് നടന്നു വന്നിങ്ങനെ. അവിടെ നിന്ന് നടന്ന് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഇത് കാണുന്നുണ്ട്. അപ്പോൾ എവിടെയും ഫിറ്റിംഗ് ആവുന്നില്ല. അങ്ങനെ ബാലാജി ടെലിഫിലിംസ് ഇവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ K. രംഗരാജ് എന്ന് പറഞ്ഞ വലിയൊരു ഡയറക്ടർ ഉണ്ട്. ഇതിൽ നമ്മള് മോഹൻ സാറല്ലേ, തമിഴിൽ മോഹൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഹിറ്റ്സ് ആൻഡ് മേയും പുള്ളി എടുക്കുന്നത്. പുള്ളിനെ വെച്ച് സീരിയൽ ലോഞ്ച് ചെയ്യണം, തമിഴിൽ എപ്പിസോഡ് ലോഞ്ച് ചെയ്യാനാണ്. അങ്ങനെ ജിജേന്ദ്രൻ്റെ മോള് വരുന്നു, ഇവർ വരുന്നു. ഞാൻ ഓഡിഷന് പോയി. ഫസ്റ്റ് ഓഡിഷനെ ഞാൻ അതിൽ സെലക്ട് ആയി. അങ്ങനെയാണ് ഈ മെട്രോളിൻ്റെ ഒക്കെ അതിനു മുമ്പ് ഏറ്റവും തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായ സീരിയലാണ് കുടുംബം. അത് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ മാറി. അത് ചെയ്ത് വരുമ്പോഴത്തേക്കും ബദ്രി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വിജയുടെ ബദ്രി കഴിഞ്ഞപ്പോഴത്തേക്കും വിജയുടെ ബദ്രി, കമലഹാസൻ ആളവന്താൻ, അങ്ങനെ കുറെ സിനിമ കഴിഞ്ഞിട്ടാണ് ബാബ ഇതൊക്കെ ചെയ്ത് അടിച്ചു കളക്കിയിട്ടാണ് മലയാളിക്ക്. പക്ഷെ ബാലേട്ടനാണല്ലേ മലയാളിക്ക് ഇപ്പോഴും പോട്ടടാ ബാലേട്ട സ്പെഷ്യൽ ആയിട്ട് പറയുന്ന ബാലേട്ടൻ. സ്പാനായി സ്പാൻ 75. എന്റെ 70th ഫിലിമാണ് രമണ എന്നാണ് വിജയകാന്ത് സാറിന്റെ. രമണ കണ്ടിട്ടാണ് ബാലേട്ടനെ വിളിക്കുന്നത്. കരിയർ നോക്കിക്കഴിഞ്ഞാൽ സുധീരേട്ടന് ലൈഫിൽ നമ്മളെപ്പോഴും അസുഖത്തിന്റെ ആ ഒരു ഫേസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കരിയറിൽ ഇതുപോലെ ഏറ്റവും സ്ട്രഗിൾ ചെയ്തത് ഏത് പോയിന്റിലാ? തുടക്കമാണോ? സ്ട്രഗിളിങ് ഇപ്പോഴുണ്ട് നമുക്ക് എല്ലാവർക്കും. അല്ല, ഏറ്റവും സ്ട്രഗിൾ ചെയ്തു ഇതിപ്പം പറഞ്ഞില്ലേ, നമ്മൾ അത്രയും വിഷമിച്ചൊരു സമയമാണല്ലോ. തുടക്കമാണോ ഏറ്റവും സ്ട്രഗിള്, അതോ പിന്നീട്? എന്താണെന്നറിയാവോ, ഈ സത്യത്തിൽ ഈ അരയന്നങ്ങളുടെ ഇടയ്ക്ക് വന്നപ്പെട്ടൊരു പൊക്കാണ് ഞാൻ. എനിക്ക് സിനിമയൊന്നും, ഈ സിനിമ കണ്ട് സിനിമ നടനാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു ഗൾഫിലായിരുന്നു. അവിടുന്ന് ലീവിന് വന്ന് തിരിച്ച് പോകാനായിട്ട് മടിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് യാദൃശ്യമായിട്ടാണ് മറ്റേ ഉദയേട്ടൻ സിബി ഉദയേട്ടനെ കണ്ട് എനിക്ക് കാണുന്നതും നാളെ ഒന്ന് ഇങ്ങോട്ടൊന്ന് വരണം, നമ്മുടെ ഹൈവേ ഗാർഡനിലേക്ക് ഒന്ന് വരണം, അവിടെ ചെറിയ ഇന്റർവ്യൂ നടക്കുന്നു. അങ്ങനെ ചെന്ന് ദിലീപേട്ടനുണ്ട്, ജോണിച്ചേട്ടനുണ്ട്, എല്ലാവരും കണ്ടപ്പം വന്ന് അവിടെ ചെന്ന് എന്നെ സെലക്ട് ചെയ്ത് മുടിയൊന്ന് വെട്ടിക്കൊണ്ടുവരാമെന്ന് ചോദിച്ചു. മുടി വെട്ടിക്കൊണ്ടുവന്നു. പിന്നെ ഒരു മീശ എടുക്കാമെന്ന് ചോദിച്ചു. മീശയും താടിയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് വേറൊരു ലുക്കായി. ഇയാൾ പറ്റുമല്ലേ, അപ്പം നാളെ ലൊക്കേഷനിലേക്ക് വാങ്ങാം. ലൊക്കേഷനിലേക്ക് വന്നപ്പോഴത്തേക്കും സിനിമയിലെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്യാരക്ടർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇവിടെ ഉണ്ടാവും. ആരാലും ഒരു നെഗറ്റീവ് ഉണ്ടാവും. അത് ആരാന്ന് പറയാം, ഇയാള് ശരിയാവോ, അതെപ്പോഴും ഇയാള് ശരിയാവോ? കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പേര് ദിലീപേട്ടനും ജോണിച്ചേട്ടനും എല്ലാവരും സെലക്ട് കഴിഞ്ഞിട്ടും ഏതോ ഒരാള് പറഞ്ഞു നമുക്ക് മറ്റേ ആളാണ് കുറച്ചുകൂടെ നല്ലതായിട്ടോ, മറ്റേ സുഗുണൻ, ഒരു പേര് പറയാണ്, അയാൾ ശരിയാവും. സുഗുണനെ മതിയല്ലേ. അത് അപ്പൊ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ നിന്ന ടെൻഷൻ. കാരണം ഞാൻ പോകുന്നില്ല, കാരണം എന്നോട് പൊക്കോളാൻ അവര് മൈൻഡ് ചെയ്യുന്നില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഞാൻ വൈകുന്നേരം വരെ നിന്നു. അവസാനം ജോണിച്ചേട്ടൻ ചെന്നിട്ട് ദിലീപേട്ടനെ സംസാരിച്ചിട്ട് നാളെ ഷൂട്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു സമാധാനം ഉണ്ടായത്. അതുവരെ പിന്നീടാണ് ഞാൻ അറിയണത് ഞാൻ വേണമെന്നുള്ള. അപ്പം പറഞ്ഞു അയാളെക്കൂടെ മുട്ടയൊക്കെ അടുപ്പിച്ച് കൊണ്ടുവന്നല്ലേ, മോശമല്ലേ ഇനി മാറ്റണേ. ഒരു നന്മ ആരുടെയോ വർക്ക് ചെയ്തു, ദിലീപന്റെ ആണോ, അങ്ങനെ ആണ് എന്നെ വെക്കുന്നത്. പക്ഷെ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അതാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ. പിന്നെ സിനിമയിൽ ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്നെ ഏതോ ഒരു ശക്തി എങ്ങനെ നടത്തിക്കൊണ്ട് പോകണത് ഇവിടം വരെ ഇരുത്തുന്ന, അതിനിടെ അസുഖം വന്നു, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അത്. മുന്നോട്ട് തന്നെ പോയി. ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ ബലൂച്ചി ഖാന്റെ ക്യാരക്ടറിന് സൈജു കുറുപ്പ് എപ്പോഴും ഒരു കഥ പറയാറുണ്ട്. എന്താ കഥ? ഞാൻ കേട്ടിട്ടില്ല. എന്താ കഥ? അത് വേറൊന്നല്ല, അത് ഭയങ്കര രസകരമായ സംഭവമാണ്. അതായത് പിന്നെ മേജർ രവി സാറിന്റെ പടം 1971 ബിയോണ്ട്. അതിനകത്തൊരു ഇന്ത്യൻ പട്ടാളക്കാരന്റെ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് സാറിന് ഇഷ്ടമുള്ളവരെ കഥാപാത്രം കണ്ടിട്ട് എല്ലാരും അങ്ങോട്ട് വിളിച്ചു വരുത്തും രവി സാറേ. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാണ് ഏത് ക്യാരക്ടർ ഇന്നയാൾക്ക് കൊടുക്കണം, ഒന്നില്ല ഇത് എക്സ് ഓർ വൈ, ഇനി അയാൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഇത് കൊടുക്കാം. അങ്ങനെ വേറൊരു പട്ടാളക്കാരന്റെ വേഷം ഞാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇത് നല്ല രസകരമായ ഒരു കഥയാണിത്. അങ്ങനെ ഇരിക്കുക, അതിനകത്ത് മെയിൻ വില്ലനായിട്ട് അഭിനയിക്കാൻ ഹിന്ദി പേരൊന്നും പറയണ്ട ഒരാൾ വന്നപ്പോൾ തന്നെ 2 അസിസ്റ്റന്റും എല്ലാം കാര്യമായിട്ടൊക്കെ വന്നു. എല്ലാം ആരാന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളൊരു മനുഷ്യൻ, എന്നെക്കാളും കുറച്ചുകൂടെ ആയിട്ടുണ്ട്, 6 അടി 2 ഇഞ്ചൊക്കെ കാണും. ഞാൻ 6 അടിയുടെ മേളിലേ ഉള്ളൂ. അപ്പം
എങ്ങനെ വന്നു ഇങ്ങനെ ഇപ്പോൾ പുള്ളി റൂമിലേക്ക് ഫുഡ് എന്താന്ന് വെച്ചാൽ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ബാദുഷയാണ് എല്ലാം. അങ്ങനെ ഇരിക്കെ പുള്ളി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് വരാന്തയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ഒരാളവിടെ വന്നിട്ട് സിഗരറ്റ് വിളിച്ചിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇല്ല അത് ശരിയാക്കാൻ പറ്റാ അതങ്ങ് ചെന്നിട്ട് പുള്ളിയുടെ ബാഗിൽ ഹലോ സിഗരറ്റ് വിളിച്ചോണ്ടിരിക്കുക, സിക്ക് ഉണ്ടോ, യു ഹാവ് സിക്ക് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉടനെ തിരിഞ്ഞു നോക്കി എടുത്തിട്ട് സിഗരറ്റ് കൊടുത്തു. ഉടനെ അവിടുന്ന് ലേറ്റർ എടുത്ത് പുള്ളി അവിടുന്ന് കത്തിച്ചിട്ട് വരാതെ കൂടെ നടന്നു പോയി. പുള്ളി ഇങ്ങനെ നോക്കി എന്നിട്ട് എടാ ബാദുഷ എൻ്റെ റൂമിലേക്ക് പെട്ടെന്ന് വന്നേ, രവി സാറ് വിളിക്കുന്നു. ചെന്നു എന്നപ്പം ആ അഭിനയിക്കാൻ വന്നില്ല, ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ആ ബലൂച്ചിക്കാരൻ്റെ അവനെ ഈ നിമിഷം ഇവിടുന്ന് പറഞ്ഞു വിടണം. അവനിവിടെ ഏരിയ കണ്ടുപോരും. അവനെ എന്നോടൊന്ന് സിഗരറ്റ് ചോദിച്ചതും അവൻ്റെ മുമ്പ് വന്നൊരു സ്റ്റൈലായിട്ട് മേജർ റവി എന്നുള്ളത് പുള്ളിക്ക് അറിയില്ലായിരുന്നു. ഡയറക്റ്റ് രവി സാറിനോടാ ചോദിച്ചേ. ഇല്ല പുള്ളി കോംപ്രമൈസിന് എന്തായാലോ ഉടനെ തന്നെ കട്ട് ചെയ്തു. സുധീറിനെ ഇവിടെ വരാൻ പറ എന്നിട്ട് നീ താടി മീശ എടുക്ക്, താടി അവിടെ ഇരിക്കട്ടെ, മുടിയങ്ങ് മുട്ടടിച്ചോളാം. എന്താ നീയാണ് ഇതിനകത്ത് മെയിൻ വില്ലൻ, നീയാണ് ഇതിനകത്ത് വില്ലൻ. ബലൂച്ചിക്കാരൻ ടിക്കാഖാൻ എന്നൊരു ക്രൂരനായ ഒരു പട്ടാളക്കാരുണ്ടായിരുന്നു പാകിസ്ഥാനിലെ. ഒരുപാട് പേരുടെ കാതൊക്കെ അറുത്ത് ആ ക്യാരക്ടർ ഞാൻ ഉടനെ തന്നെ പോയിട്ട് ബാദുഷ പറഞ്ഞു അളിയാ നീ പോയിട്ട് പെട്ടെന്ന് മുട്ടയടിച്ചു എല്ലാം ചെയ്തു. അങ്ങനെ ആയി കഴിഞ്ഞു. ചിലപ്പോ പുള്ളിയുടെ മനസ്സ് മാറിക്കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് പോയിട്ട് പഠിച്ചു വിജയിച്ചു. സാർ ഇത് ഓക്കെയാണ് സാർ പക്ക. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മേജർ സാർ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഒരുത്തൻ കാലേ കിടക്കണം. സാർ എനിക്ക് സാറാന്ന് മനസ്സിലായില്ല. മാപ്പൂലൊന്നുമില്ല. പിന്നെ അവസാനം പിന്നെ കരച്ചിൽ കണ്ടുകൊണ്ട് എന്റെ അസിസ്റ്റന്റായിട്ടാ പടം മുഴുവൻ ഇയാള് എന്റെ അസിസ്റ്റന്റായിട്ട് ആ സിനിമ മുഴുവൻ നോക്കി പിടിച്ചിട്ട് യെസ് സാറെന്ന് പറഞ്ഞു ഇപ്പുണ്ട്. അയാൾക്ക് വീട്ടില് അമ്മയുടെ അനുഗ്രഹമായി വന്നതായിരിക്കും. അപ്പൊ ഞാൻ ദേവി സാറിന്റെ പടത്തെ അഭിനയിക്കാൻ പോകും. അങ്ങനെ ഇപ്പൊ നമുക്കത് ചെയ്യാൻ ഡയറക്ടർ പറയുന്നതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ചിലപ്പം അത് ശാപമായിരിക്കും. പക്ഷെ ക്യാരക്ടർ സുധീറിന് വിധിച്ചായിരുന്നു. അതിനൊരു കാരണം ഉണ്ടാവണം. അത് സൈജു കുറിപ്പ് അത് കോമഡി ആയിട്ട് സൈജു പറയുന്നത് കേൾക്കാനാണ് രസം. എല്ലാ ലൊക്കേഷനിലും പുള്ളി ഇത് പറയും. ഇത് ആര് പറഞ്ഞറിഞ്ഞത്? നിങ്ങളുടെ ഞാൻ പോസ്റ്റ് ചേട്ടന്റെ പോസ്റ്റില് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അനീഷേട്ടന് ഷെഫീഖിന്റെ സന്തോഷത്തിന്റെ പ്രസ് മീറ്റില് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫേവറേറ്റ് ആക്ടർ ആണ്, പിന്നെ അത്രയും നല്ലൊരു ആക്ടർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തതെന്ന് പറയുന്നത്. അങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്റ്റാറിന്റെ ഒരു റെക്കഗ്നേഷൻ, ഒബ്വിയസ്ലി നിങ്ങൾ അത്ര എക്സ്പീരിയൻസ്ഡ് ആണ്, പക്ഷെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ ഒരു റെക്കഗ്നേഷൻ വരുമ്പോൾ നമുക്ക് അത് സ്പെഷ്യൽ അല്ലേ എപ്പോഴും? തീർച്ചയായിട്ടും. അത് എനിക്ക് പോലും ഓർമ്മയില്ലായിരുന്നു. ഞാൻ ഈ തമിഴ് സീരിയൽ ചെയ്യുന്ന സമയത്തായിരുന്നു അത് സംഭവിച്ചത്. അപ്പോൾ ഒരിക്കലും ഒരു ചാനലിൻ്റെ പ്രോഗ്രാമിന് ഉണ്ണിമുകുന്ദൻ വരുന്ന സമയത്ത് ഉണ്ണി പബ്ലിക്കാണ് എല്ലാവരും നിൽക്കുന്ന സമയത്താണ് പറഞ്ഞത് ഞാൻ ആദ്യം കണ്ടൊരു സെലിബ്രിറ്റി ഈ വേദിയിലുണ്ട്, അത് അനീഷ് ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ എന്നോട് പറഞ്ഞു ഓർമ്മയുണ്ടോ, ഞാൻ AVM സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ ഞാനൊന്ന് നിൽക്കുമ്പോൾ എന്നെ ഒന്ന് ഉണ്ണി പരിചയപ്പെട്ടെന്ന്, അമ്മയ്ക്കൊക്കെ വലിയ ഇഷ്ടമാണ്, ഞങ്ങൾ ഫാനാണ് അനീഷ് ചേട്ടൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. എന്നിട്ട് ഞാൻ ചായ ഓഫർ ചെയ്ത കാര്യവും ഞാനിട്ട ഡ്രസ്സും ഒക്കെ ഉണ്ണിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉണ്ണി പറഞ്ഞത്. അത് പക്ഷേ പുള്ളി അത് പ്രൂവ് ചെയ്തു. മീൻസ് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം അപ്പൊ അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാള് അത് ഓർത്തിട്ട് വീണ്ടും പറയാനൊരു മനസ്സ് കാണിക്കാൻ വലിയ അത്രയും പാഷനാണ്. അഭിനയത്തിനോട് എത്ര പാഷൻ കൊണ്ടാണ് അത് മറക്കാൻ പറ്റാതെ. അപ്പൊ ഞാൻ ഇട്ടിരുന്ന ഷോർട്സ്, എന്റെ മെറൂൺ ടീഷർട്ട്, അതൊക്കെ ഉണ്ണിയുടെ മനസ്സിലുണ്ട്. അന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വലിയ സന്തോഷം ഉണ്ണി. അപ്പൊ മേപ്പടിയാന്റെ പ്രൊമോഷൻ ആവുന്ന സമയത്താണ് പറയുന്നത്. അപ്പൊ ആ സമയം അതിനുശേഷം എന്റെ ഷെഫീഖിന്റെ സന്തോഷത്തിൽ അടുത്ത പടം വന്നപ്പോ എന്നെ വിളിച്ചു. ഉണ്ണി എന്നെ വിളിച്ചിട്ടാണ് പറയുന്നത് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട് ചേട്ടൻ പറയുന്നത്. അപ്പൊ വലിയ സന്തോഷമായി. അതിന്റെ പ്രൊമോഷനൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ദുബൈയിൽ പോകുമ്പോഴും എപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് സിനിമ. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ പിറകെ പോയാലേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഗ്യാപ്പ് വന്നു. ഇപ്പൊ വീണ്ടും സജീവമായിട്ട് അയ്യപ്പനിലൂടെ ഇപ്പൊ വന്നിട്ടുണ്ട്. ശ്രീ അയ്യപ്പന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.